എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരി കല്യാണിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നത് എന്തിന്? അമ്മ 3 വയസ്സുകാരി മകളെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. എറണാകുളം റൂറൽ പോലീസിന്റേതാണ് തീരുമാനം. അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കുഞ്ഞിനെ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം പുലർച്ചെ 3 മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതാണെന്ന് അമ്മ സന്ധ്യ മൊഴി നൽകി. കനത്ത മഴയിലായിരുന്നു 8.5 മണിക്കൂറോളം നീണ്ട തിരച്ചിൽ നടന്നത്. ഒടുവിൽ 3 മണിയോടെ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അംഗനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞാണ് ചേതനയേറ്റ ശരീരമായി പുഴയിൽ കിടന്നത്. ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ തന്നെ കൈകളാണ് മകളുടെ ജീവനെടുത്തത്. കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ നൽകിയിരുന്നത്. ഒടുവിൽ പുഴയിൽ എറിഞ്ഞു കളഞ്ഞുവെന്ന് പറഞ്ഞതും അവർ തന്നെയാണ്. കൊടും ക്രൂരതയുടെ കാരണം എന്തെന്ന് സന്ധ്യ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. കുട്ടിയുടെ അമ്മ സന്ധ്യയ്ക്ക് മാനസിക പ്രയാസങ്ങളുണ്ടെന്ന് സന്ധ്യയുടെ കുടുംബം പറഞ്ഞു. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. അതേസമയം ഭാര്യയ്ക്ക് യാതൊരുവിധ മാനസിക പ്രശ്നവുമില്ലെന്ന് ഭർത്താവ് സുഭാഷും പ്രതികരിച്ചു. സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ വഴക്ക് പതിവാണെന്നും സന്ധ്യയെ സുഭാഷ് മർദ്ദിക്കാറുണ്ടെന്നുമാണ് സന്ധ്യയുടെ അമ്മയുടെ ആരോപണം. സംഭവത്തിൽ സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ അടക്കം ഇന്ന് മൊഴിയെടുക്കും. കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വിട്ടുകൊടുക്കും. കുഞ്ഞിനെ സന്ധ്യ മുൻപ് മർദ്ദിച്ചിട്ടുണ്ടെന്ന് സുഭാഷ് ആരോപിക്കുന്നു. സന്ധ്യയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന സംശയമുണ്ടെന്നും സുഭാഷ് പറഞ്ഞു. സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ടോർച്ച് വെച്ച കുഞ്ഞിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ഇതോടെ സന്ധ്യയെ സ്വന്തം വീട്ടിൽ ഭർത്താവ് കൊണ്ടുവിട്ടു. 1 മാസം മുൻപാണ് സന്ധ്യയുടെ അമ്മയും സഹോദരിയും ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്ധ്യയെ തിരികെ വീട്ടിൽ വിട്ടത്. അമ്മയും സഹോദരിയും പറയുന്നത് മാത്രമേ സന്ധ്യ അനുസരിക്കാറുള്ളൂ എന്നും സുഭാഷ് പറയുന്നു. കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം രാത്രിയോടെയാണ് താൻ അറിഞ്ഞതെന്നും സുഭാഷ് പറഞ്ഞു. കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമറിയാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.